അസ്സലാമലൈക്കും. ഞാനേ ഇപ്പം വീഡിയോ വന്നത് എന്തിനാ അറിയാം മക്കളെ, ഒരു കാര്യം പറയാൻ. ഇന്നലെ രാത്രി ഞാൻ ബാലൻസ് നോക്കി വെച്ചതാണ് എൻ്റെ ഫോണ് ഗൂഗിൾ പേയിൽ. ഇന്ന് ബാങ്കിൽ അടക്കാനുള്ള കുറച്ച് പൈസയും കൂടി അതിലുണ്ടായിരുന്നു. അങ്ങനെ 30,000 ചില്ലറ ഉറുപ്പ്യ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഫോണ് ആരോ എടുത്ത് കളിച്ചിരുന്നു, പിള്ളേരാരോ എടുത്ത് കളിച്ച്. അങ്ങനെ ഞാൻ കടയിൽ വന്ന് കട തുറന്ന് എൻ്റെ മോള് സ്കൂളിൽ പോകാനുണ്ട്. അപ്പോൾ അവൾക്ക് ചോറും കൂട്ടാനൊക്കെ വെക്കൽ കഴിഞ്ഞ് അവൾക്ക് കൊടുത്ത് അവളും കുറച്ച് നേരം ഫോണിലൂടെ കളിച്ചിരുന്നിരുന്നു. അപ്പോഴൊന്നും ഞാൻ ഫോൺ നോക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ ഫോൺ എടുത്തിട്ട് ബാങ്കിൽ പോകാൻ ഇനി ഇതിൽക്ക് എത്ര പൈസ കൂട്ടണം എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്തതാണ്. ഫോൺ എടുത്തപ്പോൾ ഫോൺ ഓണാവണില്ല. ഫോണിൽ കാണുന്നത് എന്താ അറിയോ, നമ്മളെ മോദിൻ്റെ ഒരു ഫോട്ടോ കാണണം. അതിൽ ക്ലിക്ക് ചെയ്താൽ 5000 രൂപ കിട്ടുമെന്നുള്ളതാണ് കാണുന്നത്. ഇനി അതിൽ പിള്ളേർ പിടിച്ച് നിൽക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാനത് ഒരുപാട് സമയം നോക്കി, ഓഫാവണില്ല. അങ്ങനെ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ടയർ കടയിലെ ചെക്കനോട് പറഞ്ഞിടാ, മോനെ ഇത് ഓണാകണമില്ല, ഓഫാകണമില്ല, ഇതൊന്ന് നോക്കിക്കാണുന്നു. അവനും കുറേ പണിയെടുത്തു, അപ്പോഴും ഓഫാകണില്ല. അങ്ങനെ എന്നോട് പറഞ്ഞിട്ട് അത് സ്വിച്ച് ഓഫ് ആക്കിങ്ങാണ്ട് ഓണാക്കി നോക്കുന്നത്. അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഞാൻ ഓണാക്കി. അപ്പോൾ ആ ചിഹ്നം പോയി. ഞാൻ എൻ്റെ മൊബൈൽ തുറന്ന് എൻ്റെ ഗൂഗിൾ പേയിലെ പൈസ നോക്കിയപ്പോൾ അതിൽ നിന്ന് 4,992 രൂപ, ഭയങ്കര കണക്കാണത്, അത് എൻ്റെ മൊബൈലിൽ നിന്ന് പോയി. അപ്പോൾ എനിക്ക് തോന്നണ് പിള്ളേരാരോ ഈ മോദിൻ്റെ നമ്പർ കണ്ടതിൽ, മോദിൻ്റെ നമ്പറല്ല, മോദിൻ്റെ താമര ചിഹ്നം കണ്ടതിൽ ആരോ ക്ലിക്ക് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മളെ പൈസ പോയി. അതുകൊണ്ട് അറിഞ്ഞും കൊണ്ട് ആരും താമരയിൽ ക്ലിക്ക് ചെയ്യരുത്. താമര മാത്രമല്ല, ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു ചിഹ്നം കൊടുക്കുന്നുണ്ട്. ആ ചിഹ്നത്തിൽ തൊട്ടാലെന്നും പറയുന്നുണ്ട്. കുട്ടികൾ ഏതിലാണോ തൊട്ടതെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ പൈസ പോയി. അങ്ങനെ അത് വേറെ ഞാൻ ബാങ്കിൽ പോയി. ബാങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണല്ലോ പോയത്. ബാങ്കിൽ പോയപ്പോൾ ബാങ്കിൽ അതൊന്നും അവരുടെ കമ്പ്യൂട്ടറിൽ പതിയണില്ല. പക്ഷെ വന്ന മെസ്സേജ്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ച മെസ്സേജ് എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. 10:06 ഇത്ര സമയത്ത് പിടിച്ചത്. അപ്പം ഞാൻ ബാങ്കിൽ പോയി നോക്കണ സമയത്ത് 2 മണിക്കൂറായിട്ടുള്ളൂ എൻ്റെ പൈസ പോയിട്ട്. അങ്ങനെ അവർ പറഞ്ഞ് ഇത് എയർടെല്ലിലേക്കാണ് പോയതെന്നാണ് തോന്നണത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താഴെപ്പാലം എയർടെല്ലിൻ്റെ ഓഫീസിൽ പോയി. അവർ അവിടെ നോക്കിക്കാണ്ട് പറഞ്ഞ് ഇത് എയർടെല്ലിലേക്ക് തന്നെ പൊയ്ക്കുന്നത്, പക്ഷേ ഞങ്ങളെ ഓഫീസിലേക്കല്ല എന്നാണ് അവർ പറയണത്. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞും കൊണ്ട് ആരും അത് ക്ലിക്ക് ചെയ്യണ്ട. തനിച്ച കള്ളത്തരാണത്. നമ്മളെ പൈസ പിടിക്കുകയാണ് അവർ. അപ്പോൾ എൻ്റെതേ പോയി. പക്ഷേ അറിഞ്ഞും കൊണ്ട് നിങ്ങൾ ആരും അതിൽ ലിങ്ക് ചെയ്യരുത്. മക്കളോടുമൊക്കെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ പല ചിഹ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട്, ക്ലിക്ക് ചെയ്യരുതെന്ന്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇനി ഈ പൈസക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടുത്തവും ഇല്ല. എയർടെല്ലിൽ നിന്ന് നമുക്ക് വൈഫൈയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. അങ്ങനെ പിടിച്ചെന്ന് വിചാരിക്കാൻ. അങ്ങനെ പിടിക്കണമെങ്കിൽ നമ്മളിതിൻ്റെ കോള് നിൽക്കണ്ടേ. നമ്മളെ നമ്മളെ ഇതിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ഗൂഗിളിൽ നിന്ന് വലിക്കണമെങ്കിൽ നമ്മളെ രഹസ്യക്കോഡ് നമ്മൾ നിൽക്കണമല്ലോ. പക്ഷേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് വലിയ അതിശയം. അപ്പോൾ അതുകൊണ്ട് അറിഞ്ഞും കൊണ്ട് ആരും മക്കളെ ഈ അപകടത്തിൽ ചാടല്ലേ. ഞാൻ ഞാൻ ചാടിയിട്ടില്ല, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അത് ആണ് കണക്ക്, ഭയങ്കര കണക്കുമാണ്. 4,992 റുപ്യ നോക്കണം കണക്ക്, പൊയ്ക്കണ പൈസ. അപ്പോൾ ഇനി ആരും ആ ചതിയിൽ പെടരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വിടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് കണക്ക് കൂട്ടുക. എയർടെല്ലിൽ നിന്നാണ് കാണിക്കണത്. അതും നമ്മളെ ഗൂഗിൾ പേൻ്റെ നിന്നല്ല, ഫോൺ പേയിൽ നിന്നാണ് പൈസ പോയി കാണുന്നത്.
എന്തായാലും നമ്മൾ 5000 പോയി എന്ന് കണക്കൂട്ടാ. അപ്പോൾ ആരും ഇനി ഇതിൽ പെടരുതിട്ട പൊന്നു മക്കളെ.